ഹായ് കേരറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെക്കൻഡ് ഇൻടേക്കിൻ്റെ എക്സാം വരാൻ പോകുന്നത് സെപ്റ്റംബർ 22, 23 എന്നീ ദിവസങ്ങളിലാണ്. നിങ്ങളും എന്തായാലും എയർഫോഴ്സ് എക്സ് വൈ എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത് കാണും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് എക്സ് എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റാണ്. ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയാണ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കട്ട് ഓഫ് അനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് സിലബസ് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എക്സാം പാറ്റേൺ എന്നീ കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. കുട്ടികളെ, നിങ്ങളും എയർഫോഴ്സ് എക്സിലേക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കറിയാൻ പറ്റും ടോട്ടൽ 70 മാർക്കിൽ ഞാൻ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ ആദ്യത്തെ സ്റ്റേജ് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്. മുൻ വർഷങ്ങളിൽ അതായത് 3 ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് പോലും ഇതേ കണക്കൊരു അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളും എയർഫോഴ്സ് എക്സിലേക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എയർഫോഴ്സ് എക്സിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ തവണ ഫോം ഫില്ല് ചെയ്ത കുട്ടികളാണെങ്കിലും 2027 പുതിയ ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ കാണുക. കാരണം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ +2 എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സ് വൈ സെലക്ഷൻ കിട്ടാൻ എത്ര മാർക്ക് നേടണം, അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് സിലബസ് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും പറയുന്നതായിരിക്കും. തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക് പോകാൻ വേണ്ടി കട്ട് ഓഫ് എത്രയാണ് ക്രോസ് ചെയ്യേണ്ടത്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫാണ് ഞാൻ പറയാൻ പോകുന്നത്. CBT എക്സാമിൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള എക്സാമിൻ്റെ കട്ട് ഓഫാണ്. PSLൻ്റെ കട്ട് ഓഫ്, അതേപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് എന്നിവ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എത്ര മാർക്കിൻ്റെയാണ് എക്സാം വരാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം +2 കഴിഞ്ഞിറങ്ങിയ ഒത്തിരി കുട്ടികൾ എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെ ഫോം ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ ബേസിക് അവയർനെസ് ഇല്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എത്ര മാർക്കിൻ്റെയാണ് എക്സാം. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഫിസിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ 70 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമാണ്. 1 അവർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ +2 ലെവലുള്ള സിലബസ് അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. പ്രോപ്പർ +2 ലെവലാണ്. അതനുസരിച്ച് നിങ്ങൾ പഠിക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടോ കുട്ടികളെ, ഇതാണ് പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെക്ഷണൽ കട്ട് ഓഫ്. കുട്ടികളെ, എന്താണ് ഈ സെക്ഷണൽ കട്ട് ഓഫ്? അതായത് എയർഫോഴ്സ് എക്സിൻ്റെ എക്സാമിനകത്ത് 3 സബ്ജക്റ്റ് ഇവിടെ നിങ്ങൾ കവർ ചെയ്യണം. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഫിസിക്സിൽ മിനിമം 6.25 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. മാത്സിൽ 6.25, ഇംഗ്ലീഷിൽ 5 മാർക്സ് നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് കട്ട് ഓഫ് നിങ്ങളുടെ 20 ആണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷണൽ കട്ട് ഓഫ് ആയിട്ടുള്ള ഫിസിക്സിൽ നിങ്ങൾ 6.25 മാർക്ക് മിനിമം നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വരത്തില്ല. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ എക്സാമ്പിൾ സഹിതം ഈ ഒരു സെക്ഷണൽ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു തരാം. പ്രീവിയസ് ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു കേഡറ്റിൻ്റെ അപ്ഡേറ്റ്. ഇവിടെ ഈ ഒരു കേഡറ്റ് ആണെങ്കിൽ സെക്ഷണൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. നോക്കൂ, സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിനകത്ത് സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 6.25 ആണ്. ഈ ഒരു കേഡറ്റ് നേടിയിരിക്കുന്ന 4 മാർക്കാണ്. ഈ ഒരു കേഡറ്റ് സെക്ഷണൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ ഒരു കേഡറ്റ് പ്രോപ്പർ കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടില്ല. കട്ട് ഓഫ് ക്രോസ് ചെയ്താലും സെക്ഷണൽ കട്ട് ഓഫ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരത്തില്ല. അപ്പോൾ സെക്ഷണൽ കട്ട് ഓഫ് നിങ്ങൾ തീർച്ചയായിട്ടും ക്രോസ് ചെയ്തിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്ഷണൽ കട്ട് ഓഫും അതേപോലെ തന്നെ ആദ്യത്തെ സ്റ്റേജ് 1 നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ എക്സാമിന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നേവിയുടെ കണക്ക് 2 എക്സാമിനും പഠിക്കേണ്ട. ആദ്യത്തെ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റുന്നതായിരിക്കും. സ്റ്റേജ് 2 എല്ലാ പ്രോസസ്സും ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. അവിടെ നിങ്ങൾ 1 മാർക്ക് പോലും നേടേണ്ട, ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി.
കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും നിങ്ങൾ എന്തായാലും നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. സെക്ഷണൽ കട്ട് ഓഫ് ഇതാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സ്റ്റേജ് 2വിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച്. സ്റ്റേജ് 2വിൽ ആദ്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, SRT, GD, മെഡിക്കൽ എന്നിവയാണ് സ്റ്റേജ് 2വിൽ നടക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ മെയിൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഫേസ് 1 ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് ആണ്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയും ഷെയർ ചെയ്യുന്നത്. നോക്കൂ കുട്ടികളെ, 01/2026 ഇൻടേക്കിൻ്റെ കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഓൺലി റിട്ടേൺ കട്ട് ഓഫ് മാത്രമാണ് കേട്ടോ. എയർഫോഴ്സ് എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18.5 ബോയ്സിൻ്റെയാണ്. ഗേൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 18.7 ആണ് 01/2026 ഇൻടേക്കിൻ്റെത്. 02/2026 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിട്ടേൺ കട്ട് ഓഫ് നോക്കൂ കുട്ടികളെ, കട്ട് ഓഫ് എക്സ് ഫോർ ബോയ്സിൻ്റെ 17.89, കട്ട് ഓഫ് എക്സ് ഗേൾസിൻ്റെത് 18 ആണ്. രണ്ട് ഇൻടേക്കിൻ്റെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് 01/2027 ഇൻടേക്കിൻ്റെ നോക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെയാണ് കേട്ടോ. 01/2027 ഇൻടേക്കിൻ്റെ മെന്നിൻ്റെ കട്ട് ഓഫ് ആണ് 17.5, വുമൻ്റെ കട്ട് ഓഫ് ആണ് 33.12. വുമൻ്റെ കട്ട് ഓഫ് നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട്. ബാക്കി ബോയ്സിൻ്റെ കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17-18 എന്ന റേഞ്ചിലാണ് കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് മിനിമം മാർക്ക് മാത്രമാണ്, ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്കാണ്. നിങ്ങൾ ഇത്രയും മാർക്ക് നേടണമെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്കാണ്. ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി ഹൈ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഇത് ഓൺലി നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ്. ഇതിൽ കൂടുതൽ മാർക്ക് എല്ലാ കുട്ടികളും സ്കോർ ചെയ്തിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ സിലബസ് അനുസരിച്ച്. ഇനി നമുക്ക് സിലബസ് ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങൾ എയർഫോഴ്സ് എക്സിന് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതെല്ലാം ഞാൻ റീഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ടോ എന്ന്. ഫിസിക്സ് തീർച്ചയായിട്ടും ഇത്രയും പോർഷൻസ് കവർ ചെയ്തിരിക്കണം, അതും +2 ലെവലിൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ 25 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മാത്സ്. നോക്കൂ കുട്ടികളെ, മാത്സിലും ഇത്രയും ചാപ്റ്റേഴ്സ്, ടോട്ടൽ 23 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അതും പ്രോപ്പർ +2 ബേസ്ഡ് ക്ലാസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിൻ്റെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ കുട്ടികളും വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെയും ഇത്രയും പോർഷൻ എല്ലാവരും കവർ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും ഇത്രയും പോർഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ അവിടെ വരുന്നതായിരിക്കും. 20 ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത്രയും പോർഷൻ നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എയർഫോഴ്സ് എക്സിൻ്റെ സെക്ഷണൽ കട്ട് ഓഫ്, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, എക്സാം പാറ്റേൺ, സിലബസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ലഭിച്ച സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇതേ രീതിയിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലപോലെ പഠിച്ച് എല്ലാ കുട്ടികളും മുന്നോട്ട് പോകുക. 2026 ഈ ഒരു ഇൻടേക്കിൽ വേക്കൻസി ഒത്തിരി ഉണ്ട്. കാരണം അഗ്നിപത് സ്കീമിലെ ആദ്യത്തെ ബാച്ച് ഔട്ട് ആവുന്നത് 2026 നവംബർ ഡിസംബറോടാണ്. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പഠിക്കുക, നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർഫോഴ്സ് എക്സ്, വൈ, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് എക്സിൻ്റെ ഫീസാണ്, ഇത് വൈയുടെ ഫീസാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കും. അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇതാണ് കോൺടാക്ട് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. എക്സിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്ത് ഇവിടെ നിങ്ങൾ കയ്യിൽ തരുന്നതായിരിക്കും. ഇനി അറൗണ്ട്ലി 55 ഡേയ്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇത്രയും ടൈമിനുള്ളിൽ തന്നെ എല്ലാ പോർഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇതോടൊപ്പം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ ഡൗട്ട് വരെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യാം. ഇതാണ് വാട്സപ്പ് നമ്പർ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിലെ എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എയർഫോഴ്സ് എക്സ്, വൈ, എമ്മയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.